ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. കോപ്പറേറ്റീവ് ഹെൽപ്പറിന്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ വീണ്ടും നമ്മുടെ ലോഡ് ക്ലാസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം സെക്ഷൻ 7 വരെയും റൂള് 4 വരെയൊക്കെ എടുത്ത് കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഓക്കെ, കാണാത്തവരെ ക്ലാസ് കാണുക. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സംഘത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനെ കുറിച്ചാണ്. എന്താണ് മക്കളെ? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് കേട്ടോ, ഒരു പാർട്ട് തന്നെയാണ് സംഘത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. അറിഞ്ഞിരിക്കണം, നമ്മൾ പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലും അറിഞ്ഞിരിക്കണം, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. അപ്പൊ ഇതുമായി നമുക്ക് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് 3 കാര്യങ്ങളാണ്. സെക്ഷൻ 8 അത് പഠിക്കുന്ന സെക്ഷൻ 8 നമ്മൾ പറയുന്നുണ്ട് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്താണെന്ന്. വകുപ്പ് 8 പിന്നെ റൂള് 4A കുറച്ച് കാര്യം പഠിക്കാനുണ്ട്, റൂള് 4B പഠിക്കാനുണ്ട്. ഞാൻ പറയാം എന്താണ് അവിടെ വരുന്നതെന്ന് പറയാം, നോക്കാം അല്ലെ. ഓക്കെ, ഇപ്പൊ ഒന്നാമത് പറഞ്ഞത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് സെക്ഷൻ 8 വകുപ്പ് 8 ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഇവിടെ പറയുകയാണ്, വേർ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്, the registrar shall issue a registration certificate signed and sealed by him, which shall be conclusive evidence that the said society is duly registered under this act എന്ന് പറയുക. അതായത് ഈ നിയമപ്രകാരം, അതായത് ഈ ആക്ട് പ്രകാരം അല്ലെങ്കിൽ ഈ നിയമപ്രകാരം ഒരു സഹകരണ സംഘം രജിസ്റ്റർ ചെയ്യുമ്പോൾ അല്ലെ, എന്താണ് പറഞ്ഞത്? ഈ നിയമപ്രകാരം ഒരു സഹകരണ സംഘം രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ രജിസ്ട്രാർ അവിടെ ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. അദ്ദേഹം ഒപ്പിട്ടതും അദ്ദേഹത്തിന്റെ സീല് വെച്ചതുമായിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്യും. ആരാണ്? രജിസ്ട്രാർ. ഒന്നുകൂടെ ഓർത്ത് വെക്കുക, ഈ നിയമപ്രകാരം നമ്മളൊരു സംഘം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രാർ നമുക്ക് ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. അതിൽ എന്തൊക്കെയുണ്ട്? അദ്ദേഹത്തിന്റെ സൈനുണ്ട്, അദ്ദേഹത്തിന്റെ സീലുമുണ്ട്. ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഒരു കൺക്ലൂസീവ് എവിഡൻസ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ഒരു സംഘം രജിസ്റ്റർ ചെയ്തു എന്നുള്ളതിന്റെ ഒരു നിർണായക തെളിവായിട്ട് കണക്കാക്കപ്പെടുന്നത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ക്ലിയർ ആകുന്നുണ്ടോ? ഇതാണ് ഒരു സംഘം രജിസ്റ്റർ ചെയ്ത്. നമ്മളോട് ആഗ്രഹിക്കണം, നിങ്ങളുടെ സംഘം രജിസ്റ്റർ ചെയ്തതാണോ എന്ന് ചോദിച്ചാൽ അതെ നമുക്ക് പറയാം, അതെ. പക്ഷെ നിർണായക തെളിവ് വേണ്ടേ? ആ നിർണായക തെളിവാണ് എന്തെന്ന് പറയുക, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ക്ലിയർ? എന്താണ് ഞാൻ പറഞ്ഞത്? ഒരു സംഘം രജിസ്റ്റർ ചെയ്തു എന്നുള്ളതിന്റെ നിർണായക തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ അത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. സംഘം രജിസ്റ്റർ ചെയ്തു എന്നുള്ളതിന്റെ നിർണായക തെളിവ്, കൺക്ലൂസീവ് എവിഡൻസ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ആ രജിസ്ട്രാർ ആണ് അത് ഇഷ്യൂ ചെയ്യുന്നത്. അതിൽ അദ്ദേഹത്തിന്റെ പേര് അല്ല, അദ്ദേഹത്തിന്റെ ഒപ്പും അല്ലെ, സൈൻഡ് ആൻഡ് സീൽഡ് ബൈ ഹിം. അദ്ദേഹം സൈൻ ചെയ്യും, അതുപോലെ അദ്ദേഹം ഒപ്പ് കൊടുക്കും അല്ലെ, സൈൻ ചെയ്യും, അതുപോലെ തന്നെ സൈനും ഒപ്പ് ഒന്നാണല്ലോ, സൈൻ ചെയ്യും, സീലും വെക്കും എന്ന് ഓർത്ത് വെച്ചേക്കും. ക്ലിയർ? ഏത് ഫോമിലാണെന്ന് ചോദിച്ചാൽ ഫോം 3 കേട്ടോ. ഫോം നമ്പർ 3 എന്ത് നൽകുന്നത്? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ഫോറൻ നമ്പർ 3 സംഘത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഒന്നുകൂടെ ഓർത്ത് വെച്ചേക്കുക, ഒരു സംഘം രജിസ്റ്റർ ചെയ്തു എന്നുള്ളതിന്റെ നിർണായക തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ അത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. രജിസ്ട്രാർ ആണ് അത് ഇഷ്യൂ ചെയ്യുന്നത്. രജിസ്ട്രാറിന്റെ ഒപ്പും അതുപോലെ അദ്ദേഹത്തിന്റെ സീലും അതിലുണ്ടായിരിക്കും. ക്ലിയർ? ഫോം നമ്പർ 3 ഇനിയും പറയുകയാണ്, നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ സബ്സെക്ഷൻ 1. അതായത് സബ്സെക്ഷൻ 1 അല്ലെങ്കിൽ ഉപവകുപ്പ് 1 എന്ത് തന്നെ പറഞ്ഞാലും, ക്ലിയർ ആകുന്നുണ്ടോ? എന്ത് തന്നെ പറഞ്ഞാലും അല്ലെങ്കിൽ എന്ത് തന്നെ ഉൾപ്പെടുത്തിയിരുന്നാലും, ദാറ്റ് മീൻസ് നമ്മൾ സെക്ഷൻ 8 സബ്സെക്ഷൻ 1 ഒരു കാര്യം പറഞ്ഞു, ഒരു സംഘം രജിസ്റ്റർ ചെയ്തു എന്നുള്ളതിന്റെ നിർണായക തെളിവാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു. ഇനി ഇവിടെ പറയുകയാണ്, ഉപവകുപ്പ് 1 എന്ത് തന്നെ പറഞ്ഞാലും where the registrar is satisfied that the original registration certificate is irrecoverably lost and a duplicate certificate could not be issued as the files or records regarding the registration of the cooperative society was lost. After registration, the registrar shall issue a certificate stating the register number and date of registration of cooperative society on the basis of the details available in the audit certificate and the records available with the registrar, signed and sealed by him, which shall be conclusive proof that the said society is duly registered and it shall be treated as a certificate of registration എന്ന് പറയുക. എന്താണ് പറയുക? അതായത് നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു, ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ, ഇറിക്കവറബിളി ലോസ് എന്ന് പറഞ്ഞാൽ ഇനി തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു. ഓക്കെ, അതാണ് പറയുക.
that the original registered certificate is irrecoverably lost. Original registered certificate നഷ്ടപ്പെടുകയും and a duplicate certificate could not be issued as the files or records regarding the registration of the cooperative society was lost. അതോടൊപ്പം തന്നെ ഫയലുകളെല്ലാം, ഫയൽസും റെക്കോർഡ്സും ഒക്കെ എന്താണ് പറയുന്നുണ്ട്. ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് കുഡ് നോട്ട് ബി ഇഷ്യൂഡ് ആസ് ദ ഫയൽസ് ഓർ റെക്കോർഡ്സ് റിഗാർഡിംഗ് ദ രജിസ്ട്രേഷൻ ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി വാസ് ലോസ്റ്റ്. പുറത്തു നോക്കുക, നമ്മുടെ ഒറിജിനൽ രജിസ്റ്റേർഡ് സർട്ടിഫിക്കറ്റ് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ നഷ്ടപ്പെടുകയും അതോടൊപ്പം തന്നെ ഡ്യൂപ്ലിക്കേറ്റ് രജിസ്റ്റേർഡ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫയലുകളും മറ്റു കാര്യങ്ങളും എല്ലാം നഷ്ടപ്പെടുന്നു വിചാരിക്കുക. ഓക്കെ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ദ രജിസ്ട്രാർ ഷാൾ ഇഷ്യൂ എ സർട്ടിഫിക്കറ്റ് സ്റ്റേറ്റിംഗ് ദ രജിസ്ട്രേഷൻ നമ്പർ ആൻഡ് ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി on the basis of the details available in the audit certificate. അപ്പം ഒരു ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുക എന്ന് ചോദിച്ചാൽ, രജിസ്ട്രാറിന് ലഭ്യമായിട്ടുള്ള വിവരങ്ങളുടെയും അതുപോലെ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, ഓഡിറ്റ് സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകുക. അതിൽ ആ ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിലെ രജിസ്ട്രേഷൻ നമ്പരും അതുപോലെ തന്നെ ഏത് ദിവസമാണ് രജിസ്റ്റർ ചെയ്തെന്നുള്ളതൊക്കെ അതിൽ ഉൾപ്പെടുത്തും എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അതുപോലെ തന്നെ രജിസ്ട്രാർ സൈനും ചെയ്യും, സീലും ചെയ്യും. ഇതിനെ നമ്മൾ എന്തുകാട്ട് കണക്കാക്കണം? വിച്ച് ഷാൾ ബി കൺക്ലൂസീവ് പ്രൂഫ് ദാറ്റ് ദ സെഡ് സൊസൈറ്റി ഈസ് ഡ്യൂലി രജിസ്റ്റേർഡ് ആൻഡ് ഇറ്റ് ഷാൾ ബി ട്രീറ്റഡ് ആസ് എ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. ഇപ്പോൾ ഒരു സംഘത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയാത്ത രീതിയിൽ നഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ എല്ലാ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഫയൽസുകളും ഡീറ്റെയിൽസുകളും എല്ലാം നഷ്ടപ്പെടുന്നു വിചാരിക്കുക. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രാർ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ലഭ്യമായ വിവരങ്ങളുടെയും അതുപോലെ നമ്മുടെ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ ഇതിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും രജിസ്ട്രാർ ഒരു ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് ഇഷ്യൂ ചെയ്യുന്നത്. അതിൽ രജിസ്ട്രാർ എന്തൊക്കെ കാണിക്കും? നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ എന്താണെന്ന് കാണിക്കും. ആ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിൽ എന്ത് കാണിക്കുന്നത് ചോദിച്ചാൽ രജിസ്ട്രേഷൻ നമ്പർ എന്നാണ് രജിസ്റ്റർ ചെയ്തത് എന്നൊക്കെ അദ്ദേഹം അതിനകത്ത് സ്പെസിഫൈ ചെയ്യും. അതുപോലെ തന്നെ എന്താണ് അദ്ദേഹം സൈനും ചെയ്യും, സീലും ചെയ്യും. അദ്ദേഹത്തിന് സൈൻ ഇട്ട് അദ്ദേഹം സീൽ ചെയ്ത് തരും. ഇതിനെ നമ്മൾ എന്തായിട്ട് കാണുമെന്നാണ് പറയുക? ഇതിനെ നമ്മൾ പറയുന്നുണ്ട് ഇറ്റ് ഷാൾ ബി കൺക്ലൂസീവ് പ്രൂഫ് ദാറ്റ് ദ സെഡ് സൊസൈറ്റി ഈസ് ഡ്യൂലി രജിസ്റ്റേർഡ്. നമ്മുടെ സംഘം രജിസ്റ്റർ ചെയ്തു എന്നുള്ള തെളിവായിട്ട് നമുക്ക് ഈ ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനെ കണക്കാക്കാം. ആൻഡ് ഇറ്റ് ഷാൾ ബി ട്രീറ്റഡ് ആസ് എ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആയിട്ട് നമുക്ക് ഈ ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനെ കണക്കാക്കാമെന്നാണ് പറയുക. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അതാണ് സബ്സെക്ഷൻ 1 അല്ലെങ്കിൽ ഉപവകുപ്പിൽ എന്ത് തന്നെ ഉൾപ്പെടുന്നിരുന്നാലും സംഘത്തിന്റെ യഥാർത്ഥ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് തിരിച്ചു കിട്ടാത്ത വിധം നഷ്ടപ്പെട്ടുവെന്ന് രജിസ്ട്രാറിന് ബോധ്യമാകുകയും, അതായത് ഇനി ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല എന്നുള്ള കാര്യം രജിസ്ട്രാർ സാറ്റിസ്ഫൈഡ് ആണ് അല്ലെങ്കിൽ രജിസ്ട്രാറിന് ബോധ്യമാകുകയും ഒരു തനിപ്പകർപ്പ് നൽകാനാകാത്ത വിധം, അല്ലെ തനിപ്പകർപ്പ് എന്ന് പറയുക ഡ്യൂപ്ലിക്കേറ്റ് പറയുന്നുണ്ട്, ഒരു തനിപ്പകർപ്പ് നൽകാനാവാത്ത വിധം സംഘത്തിന്റെ രജിസ്ട്രേഷൻ സംബന്ധമായ രേഖകളും ഫയലുകളും രജിസ്ട്രേഷൻ ശേഷം നഷ്ടപ്പെടുകയും ചെയ്ത. ക്ലിയർ ആകുന്നുണ്ടോ? ഓൾറെഡി നമ്മുടെ ഒറിജിനൽ രജിസ്ട്രേഷൻ ഒറിജിനൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും ഇല്ല, ഒരു എന്താ പറയുക ഡീറ്റെയിൽസുകൾ അവിടെ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്ന പറയുക, സംഘം ഓഡിറ്റ് സർട്ടിഫിക്കറ്റിലെയും ലഭ്യമായ രേഖകളുടെയും അടിസ്ഥാനത്തിൽ തന്റെ ഒപ്പം സീലും പതിച്ച ഒരു സർട്ടിഫിക്കറ്റ് രജിസ്ട്രാർ നൽകുന്നതും ആയത് സംഘത്തിന്റെ രജിസ്ട്രേഷൻ സംബന്ധിച്ച നിർണായക തെളിവായിരിക്കുന്നതും ആയത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റായി പരിഗണിക്കുന്നതുമാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത്രയേ ഉള്ളൂ. ഒറിജിനൽ നഷ്ടപ്പെട്ട ഡ്യൂപ്ലിക്കേറ്റ് ഇഷ്യൂ ചെയ്യും. അത് നമ്മുടെ ഓഡിറ്റ് സർട്ടിഫിക്കറ്റിന്റെ അതുപോലെ അദ്ദേഹത്തിന് ലഭ്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് ഏതിലാണെന്ന് ചോദിച്ചാൽ അത് ഫോറൻ നമ്പർ 3A-ലാണ്. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. നോക്കിയേ, manner of issuing certificate if the registration certificate is irrecoverably lost. അപ്പം നമ്മൾ സെക്ഷനിൽ എവിടെയാണ് പറയുന്നത്? സെക്ഷനിൽ 8 സബ്സെക്ഷൻ 2 ഡ്യൂപ്ലിക്കേറ്റിനെ കുറിച്ച് പറയുന്നത്. അതുപോലെ റൂളിൽ പറയുന്നത് റൂൾ 4A മാനർ ഓഫ് ഇഷ്യൂയിങ് സർട്ടിഫിക്കറ്റ് ഇഫ് ദ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഈസ് ഇർറിക്കവറബിളി ലോസ്റ്റ്. ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. അതുമായി ബന്ധപ്പെട്ട റൂൾ 4A 4A ഇവിടെയാണ് പറയുക, ദ സർട്ടിഫിക്കറ്റ് ടു ബി ഇഷ്യൂഡ് ബൈ ദ രജിസ്ട്രാർ അണ്ടർ സബ്സെക്ഷൻ 2 ഓഫ് സെക്ഷൻ 8 ഷാൾ ബി ഇൻ ഫോം നമ്പർ 3A. ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഫോറൻ നമ്പർ 3A കേട്ടോ. ഫോറൻ നമ്പർ 3A 3A ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഒറിജിനൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഫോം നമ്പർ 3 3A ഡ്യൂപ്ലിക്കേറ്റ്, 3 ഒറിജിനൽ. ഓക്കെ, ഇനി അടുത്തൊരു പറയാനുണ്ട് റൂൾ 4B കേട്ടോ. ഇത് 4B 8 അല്ല 4B. റൂൾ 4B ഇവിടെ പറയുന്നുണ്ട്, മാനർ ഓഫ് ഇഷ്യൂയിങ് സർട്ടിഫിക്കറ്റ് ഇൻ ദ ഇവന്റ് ഓഫ് ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി. അപ്പം ഒരു സംഘത്തിന് അതിന്റെ പേര് മാറ്റാമോ എന്ന് ചോദിച്ചാൽ ആ സംഘത്തിന് അതിന്റെ പേര് മാറ്റാം.
സംഘത്തിന് പേര് മാറ്റാം കേട്ടോ. അപ്പം നിലവിലുള്ള സംഘത്തിന്റെ പേര് അവിടെ നമുക്ക് ബൈലോ ഒക്കെ അമെൻഡ് ചെയ്തുകൊണ്ട് പേര് മാറ്റാം. അതുമായി എന്താണ് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സെക്ഷൻ 10 പഠിക്കും. ആ സെക്ഷൻ ഞാൻ ക്ലാസ് എടുത്തിട്ടില്ല, അത് അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ സെക്ഷൻ 10 ആകുമ്പോൾ കറക്റ്റ് ആ പേര് മാറ്റലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്യും. ഇവിടെ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി, സംഘത്തിന്റെ പേര് മാറ്റി കഴിയുമ്പോൾ ഇപ്പം നിലവിലൊരു സംഘമുണ്ട്. ഓക്കെ, നിലവിലുള്ള സംഘത്തിന്റെ പേര് ABC സൊസൈറ്റി ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. നിലവിലുള്ള സംഘത്തിന്റെ പേര് ABC സൊസൈറ്റി ആണെന്ന് വിചാരിക്കുക. പേര് മാറ്റിയിട്ട് ഇപ്പം XYZ സൊസൈറ്റി എന്നാക്കി എന്ന് വിചാരിക്കുക. എന്താണ് പറഞ്ഞത്? നിലവിലുള്ളതിന്റെ പേര് ABC സൊസൈറ്റി ആണ്. നമ്മൾ അതിന്റെ പേര് മാറ്റിയിട്ട് XYZ സൊസൈറ്റി എന്ന് പേരാക്കി. അപ്പം അങ്ങനെ പേരാക്കി കഴിയുമ്പോൾ നമ്മുടെ നിലവിലുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിലെ പേര് ABC സൊസൈറ്റി എന്നല്ലേ. അപ്പം നമുക്കത് മാറ്റി തരണ്ടേ? സംഘത്തിന്റെ പേര് മാറ്റി കഴിയുമ്പോൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മാറ്റി തരും. അങ്ങനെ സംഘത്തിന്റെ പേര് മാറ്റി കഴിയുമ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഫോം നമ്പർ 3 ഒറിജിനൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ കയ്യിരിക്കുക. ABC സൊസൈറ്റി എന്നാണ് അതിൽ കിടക്കുന്ന പേര്. അപ്പം നമ്മൾ പേര് മാറ്റി XYZ സൊസൈറ്റി എന്നാക്കി വിചാരിക്കുക. അങ്ങനെ പേര് മാറ്റി കഴിയുമ്പോൾ നമുക്ക് ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് മാറ്റി തരണം. ABC നിന്ന് മാറ്റി XYZ മാറ്റി തരണം. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ, പേര് മാറ്റുന്ന സാഹചര്യത്തിൽ നമുക്ക് അവരുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഏതിലാണെന്ന് ചോദിച്ചാൽ ഫോം നമ്പർ 3B ഇത് അമെൻഡ്മെന്റിൽ കൂടെ കൂട്ടിച്ചേർത്തതാണെന്ന് ഓർത്ത് വെച്ചത്. ഫോം നമ്പർ 3B കേട്ടോ. ഇത് അമെൻഡ്മെന്റിൽ കൂടെ കൂട്ടിച്ചേർത്താണ്. ഇതാണ് പറയുന്നത്, ഇൻ ദ ഇവന്റ് ഓഫ് ചേഞ്ച് ഓഫ് നെയിം ഓഫ് എ സൊസൈറ്റി. അതായത് സംഘത്തിന്റെ പേര് മാറ്റി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ദ സർട്ടിഫിക്കറ്റ് ടു ബി ഇഷ്യൂഡ് ബൈ ദ രജിസ്ട്രാർ. അപ്പോൾ അവിടെ നമുക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ഓക്കെ, നമുക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഓർത്ത് വെച്ചേക്കുക. അത് ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ് പറയുക? ഫോം നമ്പർ 3B ഓർത്ത് വെച്ചേക്കുക. മാനർ ഓഫ് ഇഷ്യൂയിങ് സർട്ടിഫിക്കറ്റ് ഇൻ ദ ഇവന്റ് ഓഫ് ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി. സംഘത്തിന്റെ പേര് മാറ്റി കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും അല്ലേ? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. അത് ഫോറൻ നമ്പർ 3B ഓർത്ത് വെച്ചേക്കുക. 3B 3 എന്ന് പറഞ്ഞാൽ ഒറിജിനൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, 3B എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. 3B ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ സംഘത്തിന്റെ പേര് മാറ്റി കഴിയുമ്പോൾ നമുക്ക് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഫോറൻ നമ്പർ 3B ഓർത്ത് വെച്ചേക്കുക. ഇത്രയും കാര്യങ്ങൾ ഓൾറെഡി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് തൊട്ട് പഠിക്കാൻ വെറും 10-12 മിനിറ്റ് കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങളിപ്പോൾ സെക്ഷൻ 8 പഠിച്ചു, റൂൾ 4A പഠിച്ചു, റൂൾ 4B പഠിച്ചു. 3 കാര്യങ്ങൾ പഠിച്ചില്ലേ? പഠിച്ചു. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ ഈ പേര് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. സംഘത്തിന്റെ പേര് മാറ്റുന്നുണ്ട്, സംഘത്തിന്റെ ആ ഒരു അവകാശവും സംഘത്തിന്റെ ഉത്തരവാദിത്വം ഒന്നും മാറുന്നില്ല എന്നൊക്കെ പഠിപ്പിക്കാനുണ്ട്. അത് ഞാൻ സെക്ഷൻ 10 പഠിപ്പിച്ചോളാം കേട്ടോ. സെക്ഷൻ 10 പഠിപ്പിച്ചോളാം, ഇവിടെ പഠിപ്പിക്കുന്നില്ല. സെക്ഷൻ 10 പഠിപ്പിക്കുമ്പോൾ ഈ കാര്യം ഞാൻ ഒന്നുകൂടെ അവിടെ സ്പെസിഫൈ ചെയ്ത് തരാം. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യങ്ങൾ നോക്കി കണ്ട് മനസ്സിലാക്കി പഠിക്കുക. നമുക്കെല്ലാവർക്കും അടുത്ത എക്സാമിന് തന്നെ, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത എക്സാമിന് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ക്വാളിഫൈ ചെയ്യണം. ഓക്കെ, നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങൾ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. എല്ലാ ദിവസവും ഞാൻ വീഡിയോസ് ഇടും. ഓക്കെ, എല്ലാ ദിവസവും, ഈവൻ സൺഡേ പോലും. ഇനി നിങ്ങൾ GK വീഡിയോസുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. GK വീഡിയോ, മാത്സിൻ്റെ വീഡിയോ, ഇംഗ്ലീഷിൻ്റെ വീഡിയോ. ഓക്കെ, നിങ്ങൾ ഓർക്കരുത്, ഒരിക്കലും ഇവിടെ സബ്ജക്റ്റ് മാത്രമല്ല, എല്ലാത്തിനും ഫ്രീ ക്ലാസ്, എല്ലാത്തിനും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതായത് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, നിങ്ങൾ എന്നെ വിശ്വസിക്കുക, ക്ലാസ്സസ് കാണുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയ ക്ലാസ്സിൽ വീണ്ടും പുതിയ ഒരു വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.